ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആൻസി വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ അമ്മയ്ക്കൊരു ഉടുപ്പ് തയ്ക്കാന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും നമുക്കല്ലേ എപ്പോഴും സ്റ്റിച്ച് ചെയ്യണമെന്ന് നമ്മളെ കാര്യങ്ങളല്ലേ നോക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മനെ കൊണ്ട് ഇനി ഒരു ഫ്രോക്ക് കിഡിലും ഫ്രോക്ക് ഇടിപ്പിക്കാന്ന് കേട്ടോ. ഇതൊരു ട്രയലാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഞാൻ അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ ക്ലോത്ത് ഞാൻ പരാഗിന്ന് വാങ്ങിച്ചാണ്. 3 മീറ്റർ ക്ലോത്ത് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ പാറ്റേൺ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാറ്റേൺ. അപ്പൊ യോഗ് പോർഷനും അതുപോലെ തന്നെ അതിന്റെ സ്കേർട്ട് പോർഷനും ഒരേപോലത്തെ പാറ്റേൺ ആയിരിക്കണം കേട്ടോ, മാറിപ്പോകരുത്. അപ്പൊ ഞാൻ യോഗ് പോർഷന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്യണമെന്നിട്ട് അത് ഞാൻ 2 ഫോൾഡ് ചെയ്യാണ്, 2 ഫോൾഡ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ അതിനകത്ത് അളവ് മാർക്ക് ചെയ്യാണ്. ഇപ്പൊ എനിക്ക് എന്താണ് യോഗ് പോർഷന് വേണ്ട ഒരു കറക്റ്റ് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഇഞ്ചാണ്. എന്നിട്ട് അതിന് എനിക്ക് ഷോൾഡറിന് ഒരു 1/4 ഇഞ്ച് പോകണം, അതുപോലെ തന്നെ മടക്കി തയ്ക്കാനുള്ളത് വേണം. അപ്പം ഞാൻ അതൊന്നും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ഞാൻ ഒരു 16.5 അല്ലെങ്കിൽ 17 ആയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറിന് ഞാൻ 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആ 1/4 ഇഞ്ച് എടുത്ത് അവിടെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടുന്ന് 6.5 ഇഞ്ച് എടുത്ത് ഷോൾഡർ, അത് കഴിഞ്ഞിട്ട് കൈക്കുഴി 7 ഇഞ്ചാണ്. ഇത് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പം അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അതേ അളവൊക്കെ തന്നെയാണ്, ചെറിയൊരു മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. നമുക്ക് സൈഡിലത്തെ അളവുകൾ എടുക്കാം. എനിക്ക് ഇവിടുന്ന് അമ്മയ്ക്ക് വേണ്ടത് 10.25 ഇഞ്ചാണ്. അപ്പം ഞാൻ 10.25 പ്ലസ് തയ്യൽ തുമ്പും കൂടിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഞാൻ അവിടെ എടുത്ത 12 ഇഞ്ചാണ്. അതുപോലെ നമുക്ക് ഷേപ്പ് കൊടുക്കാനായിട്ട് ഞാൻ 11 എടുത്ത്, 11 അല്ല, എനിക്ക് ഇവിടുത്തെ അളവെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് അളവ് കൊടുക്കരുത്. കാരണം നമ്മൾ ഇതിനകത്ത് ടെക്ക് കൊടുക്കുന്നുണ്ട്, അതായത് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ടെക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ആ ഒരു മെഷർമെൻറ്റും കൂടി വിട്ടിട്ട് വേണം നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ. താഴെ നമ്മൾ 16.5 എല്ലാം എടുത്തു. അപ്പോൾ ഇത് 17 ഇഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു 16.5ൻ്റെ അവിടെ ഞാൻ കറക്റ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നുള്ള കറക്റ്റ് അളവ് എടുക്കാം. എനിക്ക് 10.25 വേണ്ടത്. അതുപോലെ ഷേപ്പിന് എനിക്ക് വരുന്നത് 9.25. അപ്പോൾ ആ 9.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹിപ്പിന്റെ അവിടുന്ന് അളവ് ഞാനൊരു 11 കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ 11 നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അത് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ചും പിന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു 1/4 ഇഞ്ചും കൊടുക്കുക, അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ അങ്ങനെ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു, നിങ്ങൾക്ക് സ്കെയിലോ കാര്യങ്ങളോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ എനിക്കതിപ്പോൾ ശീലമായതുകൊണ്ട് ഞാൻ അങ്ങനെ വരച്ചു കൊടുക്കുന്നു. പിന്നെ അതേപോലെ അവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കറക്റ്റ് നമ്മൾ അളവിലൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ താഴെ ആ ഒരു ലൈന് കൊടുത്തില്ല, അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളെ 2 പീസ്. ഈ ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് വെക്കുന്നില്ല കേട്ടോ. ലൈനിങ് വെക്കാണ്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ലൈനിങ് വെക്കുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ട് ഭയങ്കര വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു ഇത് കൊടുക്കണം എന്നുള്ള ടെക്കിങ് കൊടുക്കണം എന്ന്. അപ്പോൾ ഇനി 4 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സെൻറ്റർ പാർട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് 4 ഇഞ്ചും പിന്നെ മുകളിലേക്ക് 4 ഇഞ്ചാണ് കൊടുക്കണം. എന്നിട്ടൊരു 2 സൈഡിൽ ഇച്ചിരി 1/4 ഇഞ്ച് വെച്ചിട്ട് അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്യുക. ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഞാൻ ഇനി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഞാൻ 2 പീസായിട്ടാണ്, അതായത് മുകളിൽ കുറച്ച് ഞെറിവ് വെച്ചിട്ടും താഴേക്ക് പിന്നെ കുറച്ച് ഞെറിവ് വെച്ചിട്ടുമാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എത്രയാണോ ക്ലോത്ത് ഉള്ളത് മാക്സിമം ആ ഒരു ക്ലോത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുകളിലേക്കുള്ളൊരു അളവ് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ടത് വെച്ചാൽ അത് ഇതേപോലെ 2 പീസാക്കിയിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടണം. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ 2 ഫോൾഡാക്കി മടക്കി വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നീളത്തിൽ 2 പീസ് കിട്ടും. ഇതുപോലെ 2 പീസ് കിട്ടും. കാറ്റ് കാരണം നിൽക്കുന്നില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് ഫാൻ ഇടാതിരിക്കാനും പറ്റില്ല, എന്നാൽ നമുക്ക് കട്ട് ചെയ്യുകയും വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ എനിക്ക് പ്രാന്ത് വന്നിട്ട് ഞാൻ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് താഴേക്കുള്ള 2 പീസാണ്. എന്നിട്ട് മുകളിലേക്കുള്ള ആ ഒരു പീസും കൂടി കട്ട് ചെയ്ത് ഇത് മുകളിലേക്കുള്ള പീസുമാണ് കേട്ടോ.
കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കട്ടിങ് കുറച്ച് പണിയുള്ളൂ. അപ്പൊ ഇതുപോലെ ഈ ഒരു രണ്ട് ഭാഗം കൂടി നമുക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. എന്നാലേ കുറച്ച് നല്ല നമുക്ക് ഞെറിവ് കിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു രണ്ട് സൈഡും നല്ല ചീത്തവശം വെച്ചിട്ട് അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഞെറിവ് ഇടണം, കുഞ്ഞു കുഞ്ഞു ഞെറിവുകളായിട്ട് ഇടുക. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് നൂല് വലിക്കാവുന്നതാണ്. അപ്പൊ തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡിലും നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ. ഒരു ചെറിയ 4 ഇഞ്ച് വെച്ചിട്ട് മടക്കി തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ നെക്ക് ഞാൻ ക്യാൻവാസിൽ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അത് ഞാൻ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ടൈം കളയണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് നെക്കൊക്കെ കട്ട് ചെയ്തെടുത്തത്. ക്യാൻവാസ് വെച്ച് നെക്ക് നമ്മൾ കൊടുക്കുമ്പോഴോട്ടെ നെക്ക് നല്ല വൃത്തിക്ക് കിട്ടുക. എനിക്ക് അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. അപ്പം ഞാൻ എപ്പോഴും ക്യാൻവാസ് യൂസ് ചെയ്യാറുണ്ട് നെക്കിന്. അപ്പം ഫ്രോക്ക് ആണെങ്കിലും നമ്മൾ കുർത്തീസൊക്കെ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും ഞാൻ അതുപോലെ ക്യാൻവാസ് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കൊടുത്തെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് നമുക്ക് നെക്ക് കിട്ടും. നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ടക്ക് സ്റ്റിച്ച് ചെയ്യണം. ടക്ക് നമ്മൾ നേരത്തെ ഒരു 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് സൈഡും, അതായത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിലൂടെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും. അതായത് ഫ്രണ്ടിൽ രണ്ട് സൈഡിലും അതുപോലെ ബാക്കിൽ രണ്ട് സൈഡിലും. എന്നിട്ട് നമ്മൾക്ക് ഈ ഞെറിവ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോർഷൻ, അതായത് കുഞ്ഞു കുഞ്ഞു ഞെറിവായിട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞാൽ നൂല് വെച്ചിട്ടും വലിക്കുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ കുഞ്ഞ് ഞെറിവായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്ക് നമുക്ക് ഞെറിവ് കൊടുക്കാം. നമ്മൾ ഹിപ്പിന്റെ ഭാഗത്തും ഞെറിവ് കൊടുക്കുന്നുണ്ട്, അതുപോലെ നമ്മൾ മുട്ടുകാലിന്റെ താഴേക്കുള്ള കുറച്ച് പോർഷൻസിൽ അവിടെ ഞെറിവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. അതായത് ചൂടൊക്കെ അല്ലേ, അപ്പോൾ കോട്ടൻ്റെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും. ഇതിനടിയിൽ എന്തെങ്കിലും ഷോർട്ട്സോ അല്ലെങ്കിൽ പാൻസോ അങ്ങനെയായിട്ടും വെയർ ചെയ്യാം. അതുപോലെ ചെറിയ പഫ് സ്ലീവ്സ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മ അധികം പഫ് സ്ലീവ്സ് ഇതുവരെ ഇട്ടിട്ടില്ല, അപ്പം അതുകൊണ്ട് ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പം താഴത്തെ ഞെറിവ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി. ഇതിന്റെ ഇറക്കം കുറവ് എന്താ വെച്ചാൽ അമ്മ ഹൈറ്റ് കുറവാട്ടോ, അതുകൊണ്ടാണ് ഇതിന്റെ ഇറക്കം ഇത്ര കുറവായിട്ട് കാണുന്നത്. അപ്പം ഞാൻ അമ്മന്റെ പാകത്തിനിട്ടില്ല. അപ്പം ഷേപ്പ് ഒന്നും ഇല്ല, എനിക്ക് നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത്. അമ്മയ്ക്കും നല്ല ലൂസായിട്ട് ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എൻ്റെ ഈ സിമ്പിൾ ഫ്രോക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിന്. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ബെൽ ഐക്കണും കൂടി അമർത്തുക, അപ്പം നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയൊരു കിഡിലും ഫ്രോക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ്